എനിക്ക് ഒരുപാട് മെസ്സേജും റീൽസൊക്കെ ഒരുപാട് ആൾക്കാർ അയച്ചു തന്നു. എനിക്കപ്പോഴും എൻ്റെ സൈഡ് ക്ലിയർ ആക്കണമെന്ന് തോന്നി. ഞാൻ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഒറിജിനൽ കോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും ഒറിജിനൽ കോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൽ പറയുവാണെങ്കിൽ ഈ മരിച്ചുപോയ പിള്ളേർക്ക് നീതി കിട്ടണം. പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മോറലി കറക്റ്റ് എന്ന് ഉള്ള രീതിയിൽ അതിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ഇതിൽ നടക്കുന്ന ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ഒന്നും കാണാതിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആ കാര്യങ്ങളും കൂടെ ചിന്തിക്കുന്ന ഒരാളാണ്. ബേസിക്കലി പറയുവാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതിനകത്ത് വന്നിരുന്ന് ഈ നീറ്റ് പ്രൊട്ടസ്റ്റിന് പോകുന്ന ആൾക്കാർ എന്തിനാണ് അവിടെ പോയിരുന്ന് FCRA പിൻവലിക്കണം എന്നുള്ള ബില്ല് പിൻവലിക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ആർട്ടിക്കിൾ 370 റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ അവിടെ പോയിരുന്ന ഉമ്മർ ഖാലിദിനെ റിലീസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ പോയിരുന്നിട്ട് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുകയും മറ്റ് ദൈവങ്ങൾക്ക് സ്തുതി പാടുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അവിടെ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആൻറ്റി നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർക്ക് വേദി ഒരുക്കുന്നതിൻ്റെ റീസൺ എന്താണ്? CJP ലീഡേഴ്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? മനസ്സിലായില്ലേ? പിന്നെ കുറേ പേര് സ്റ്റാറ്റസും ഇതൊക്കെ ഇട്ട് കണ്ടു. ഇത് നോട്ട് ജസ്റ്റ് ഫോർ പേപ്പർ ലീക്ക്, ഇത് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഫ്രസ്ട്രേഷൻ എന്താണ്? ഫ്രസ്ട്രേഷൻ അവർക്ക് ഫ്യൂവലിൻ്റെ വിലക്കയറ്റം, പിന്നെ വിമൻ സേഫ്റ്റി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇറാൻ US ഇസ്രായേൽ വാറിൽ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും വില കൂടി. അതിൽ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്തേക്കുന്നത് ഇന്ത്യയാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ബാക്കിയുള്ള രാജ്യങ്ങളിൽ എത്രത്തോളം രൂപയാണ് അല്ലെങ്കിൽ എത്രത്തോളം പൈസയാണ് അവിടെ കൂടിയേക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? പിന്നെ വിമൻ സേഫ്റ്റി എന്ന് പറയുന്നുണ്ട്. വിമൻ സേഫ്റ്റി നമ്മുടെ നാട്ടിൽ കുറവ് തന്നെയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയവർ അവിടെ എന്താണ് ചെയ്യുന്നത്? അതാണ് ഞാൻ കാണുന്ന വീഡിയോസിലെല്ലാം അങ്ങനെയാണ് കാണുന്നത്. അവിടെ പോയൊരു മാധ്യമ പ്രവർത്തകയെ ബലാത്കാരം ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇത് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നു, ഇത് തന്നെയാണോ അവിടെ നിങ്ങളുടെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്? ഇങ്ങനെയാണോ? അതായത് ഇത് മാധ്യമ പ്രവർത്തകരെ അടിക്കുക, ഇടിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, ഇതൊക്കെയാണോ നിങ്ങളുടെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്? എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ട് അടിയും ഉണ്ടാക്കി കല്ല് എറിഞ്ഞ് 130 118 എത്രയോ പോലീസുകാരുടെ അവർക്ക് പരിക്ക് വരെ പറ്റി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ചടി കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്തി അടി കിട്ടി, ഞങ്ങളെ പോലീസ് അടിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും കിട്ടും. അത്രയും പ്രതീക്ഷിച്ച് തന്നെ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ പീസ്ഫുൽ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഇതിനകത്ത് പെട്ടുപോകുന്നത് ജെന്യൂനായിട്ടുള്ള പിള്ളേരാണ്. ഇതിനകത്ത് പോയി പെട്ടുപോകുന്നത്, ഇതിനകത്തുള്ള പുഴുക്കുത്തുകൾ പോയി അവിടെ പോയി അടിയുണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു. അവന് അവിടെ പോയി അടിയുണ്ടാക്കണം, പോലീസിനെ അടിക്കണം, കല്ലെറിയണം, പിന്നെ പാർലമെന്റ് കത്തിക്കണം, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വലിച്ചു കീറണം, അത് കത്തിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരാണ് ഒരു ഒറിജിനൽ കോസിനെ ഇത്ര അലമ്പാക്കുന്നത്. എനിക്ക് അതുകൊണ്ടാണ് ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെ അരുന്ധതി റോയ് പോലുള്ള ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേദി ഒരുക്കിക്കൊണ്ട് എന്താണ് ഇവർ CJP നേതാക്കൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മാത്രമല്ല അവിടെ പോയിരുന്ന വേദിയിലാണ് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നത്. പുറത്ത് കുറച്ച് പേര് കൂട്ടം കൂടി നിന്ന് ചെയ്യുന്നത് പോലെ അല്ല, ഒരു വേദിയിൽ കയറി നിന്ന് ചെയ്യുമ്പോൾ. അതിനാണോ നിങ്ങളവിടെ ഇത് പ്രൊട്ടസ്റ്റ് നടത്തുന്നത്? മറ്റുള്ള ദൈവങ്ങളെ അപമാനിക്കാനും അല്ല ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കാനും മറ്റുള്ളവർക്ക് സ്തുതി പാടാനും? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഹിന്ദു ഒന്നുമല്ല, എനിക്കിത് പറയേണ്ട ആവശ്യമില്ല എന്നല്ല, എനിക്കത് പറയണമെന്ന് തോന്നി. എനിക്കത് മനസ്സിൽ കുത്തുകൊള്ളേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്കത് പറയണമെന്ന്, നിങ്ങളുടെ ഒറിജിനൽ കോസ് ഇത് തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ലീഡേഴ്സ് എന്തിനാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് കൊടുക്കുന്നത്? നിങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒറിജിനൽ കോസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റണം. ഇതിപ്പോൾ ആൻറ്റി നാഷണൽസ് ആയിട്ടുള്ള ആൾക്കാരും മാത്രമല്ല മറ്റ് പൊളിറ്റിക്കൽ അജണ്ടകളുള്ള ആൾക്കാരും ഇതിലോട്ട് ഇൻവോൾവ് ആയി അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഈ മരിച്ചുപോയ 20 കുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രവൃത്തിയൊന്നും ഞാനവിടെ കാണുന്നില്ല. ആകെ അവർ പറയുന്നതിൽ, ആ നീതി ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് തോന്നിയത് ഇത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ജെൻഡർ ഐഡന്റിറ്റി, സെക്സ്, ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ ഇവിടെ? അതിലൊന്നും എനിക്ക് നിങ്ങളുടെ എന്ത് വേണമെങ്കിലും ജെൻഡർ ഐഡന്റിറ്റിയിൽ ജീവിച്ചു, എനിക്ക് അതിലൊന്നും പ്രശ്നമുള്ളൊരു കാര്യമല്ല. എന്നെ അത് ബോധർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല.
ഞാൻ പറയുന്നത് നമ്മൾ ഒറിജിനൽ കോസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. മറ്റേ ആൻറ്റി നാഷണൽ എലമെൻസ് ഉള്ള കാര്യങ്ങൾ ആൾക്കാർ വന്ന് വേദിയിൽ പറയുമ്പോഴത്തേക്ക് അതിനെ അത് ഓക്കെ അല്ല, ശരിയല്ല, അത് പറയരുത് എന്ന് പറയാൻ പറ്റണം ഒരു പ്രൊട്ടസ്റ്റന്റ് ലീഡർ ആയിട്ട് നിൽക്കുമ്പോൾ. അത് പറ്റിയില്ലെങ്കിൽ ഇത് നിർത്തി പോവുക. ബാക്കി കഴിവുള്ള പിള്ളേർ ഒരുപാടുണ്ട്, ഒറിജിനൽ കോസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ചാൻസസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് തോന്നിയ കാര്യം, BJP ഗവൺമെൻറ് പേപ്പർ ലീക്കിന് ശേഷം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു. സെക്കൻഡറി എക്സാമിനേഷൻ നടത്തി, ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, അതിൻ്റെ തലപ്പത്തിരുന്ന ആൾക്കാരെ മാറ്റി 2027 തൊട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കൊണ്ടുവരുന്നു. അതിലൊന്നും അല്ല കാര്യം. ഇതിനു മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയണമായിരുന്നു. അതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രിയുടെ കടമ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാര്യത്തിൽ അയാൾക്ക് വീഴ്ച പറ്റി, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അയാൾ രാജിവെക്കണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മാത്രമല്ല, ഈ മരിച്ച കുട്ടികൾക്ക് അവർക്ക് അർഹതയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും സ്റ്റാൻഡ്. എന്ന് വെച്ചുകൊണ്ട് ആൻറ്റി ഇന്ത്യ എലമെൻസ് ഒന്നും എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ചുപേരോട് സംസാരിച്ചവരെടുത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആൾക്കാർ ഇത് പാർലമെൻറ്റിലോട്ട് അറ്റാക്ക് നടത്തട്ടെ, പാർലമെൻറ്റ് കത്തിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. So I support the original cause. I don't support CJP